നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാസ് ട്രാൻസ്ഫറിനെ പറ്റിയാണ്. നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ, അതേപോലെ മൊമെൻറ്റം ട്രാൻസ്ഫർ, അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാസ് ട്രാൻസ്ഫർ. അപ്പോൾ മൊമെൻറ്റം ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി ഗ്രേഡിയൻറ്റിനെ പറ്റി പറയും. ഹീറ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിനെ പറ്റി പറയും. ദെൻ മാസ് ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മൾ മെയിൻലി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഈ മാസ് ട്രാൻസ്ഫറിൽ മെയിനായിട്ടുള്ള ഒരു ടേമാണ് ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ, ഹൈ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഡിഫ്യൂഷൻ, അല്ലേ? ട്രാൻസ്ഫർ ഓഫ് മോളിക്യൂൾ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ റീജിയൻ ടു ലോ കോൺസെൻട്രേഷൻ റീജിയൻ. അപ്പോൾ അതിൽ നമ്മൾ ഒരു സ്റ്റാഗ്നൻ്റ് ഫിലിമിൽ കൂടിയാണ് നമ്മൾ മോഷനെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് മോളിക്കുലാർ ഡിഫ്യൂഷൻ. ദെൻ അതല്ല ടർബുലൻ്റ് മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എഡ്ഡി ഡിഫ്യൂഷൻ. രണ്ട് തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, സ്റ്റാഗ്നൻ്റ് മീഡിയത്തിൽ നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ നിന്ന് ലോ കോൺസെൻട്രേഷൻസിലേക്ക് മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് മോളിക്കുലാർ ഡിഫ്യൂഷൻ. അതേപോലെ തന്നെ ടർബുലൻ്റ് റീജിയൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടർബുലൻ്റ് മോഷൻ കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ പറയുന്നതാണ് എഡ്ഡി ഡിഫ്യൂഷൻ. ഇനി നമുക്കറിയാം, നമ്മൾ മൊമെൻറ്റം ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ മെയിനായിട്ടുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മൾ പറയും ക്യൂ ബൈ എ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ഇനി ഹീറ്റിൽ നിന്ന് നമ്മൾ മാസ് ട്രാൻസ്ഫറിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ മോളിക്കുലാർ ഡിഫ്യൂഷൻ മെയിനായിട്ടുള്ളൊരു ടേം. അപ്പോൾ നമ്മൾ മോളിക്യൂൾസിൻ്റെ ട്രാൻസ്ഫർ നോക്കുന്നതാണ് മോളാർ ഫ്ലക്സ്. ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, അല്ലേ? ഇവിടെയാണെങ്കിൽ നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, ഇവിടെയാണെങ്കിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, ഇവിടെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അവിടെ ഞാൻ വൈ ഡയറക്ഷനിൽ പറഞ്ഞു, ഇവിടെ എക്സ് ഡയറക്ഷനിൽ പറഞ്ഞു, ഇവിടെ ഞാൻ സെഡ് ഡയറക്ഷനിൽ പറഞ്ഞു. അപ്പോൾ മോളാർ ഫ്ലക്സ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോൾസ് എത്ര ട്രാൻസ്ഫർ ചെയ്ത് നോക്കുന്നതാണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് മോൾസിന് നമ്മൾ പറയുന്നതാണ് മോളാർ ഫ്ലോ റേറ്റ്. അപ്പോൾ മോളാർ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ മോൾസ് പെർ സെക്കൻഡാണ്. അത് യൂണിറ്റ് ഏരിയയിൽ പറയുന്നതാണ് എന്ത്, മോളാർ ഫ്ലക്സ്. യൂണിറ്റ് എന്ന് പറയുന്നത് മോൾസ് പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. മോളാർ ഫ്ലക്സ് മോൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. ഇനി നമ്മൾ ഡിഫ്യൂഷനിൽ മെയിനായിട്ടുള്ള ഇക്വേഷനാണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. മൊമെൻറ്റം ട്രാൻസ്പോർട്ടിലാണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ഹീറ്റ് ട്രാൻസ്ഫറിലാണെങ്കിൽ നമ്മൾ ഫൂറിയർസ് ലോ പറയും. അപ്പോൾ അവിടെ ക്യൂ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് ക്യൂ പ്രൊപ്പോർഷണൽ ടു എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ദെൻ അതേപോലെ തന്നെ മൊമെൻറ്റം ആണെങ്കിൽ ടോ പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ. ദെൻ ഇവിടെ നമ്മൾ ഫ്ലക്സിന് കൊടുക്കുന്നതാണ് ജെ എ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. എന്ന് വെച്ചാൽ ഇത് കമ്പോണൻ്റ് ഓഫ് എ ആണ് ഉദ്ദേശിച്ചത്. ഫ്ലക്സ് എ കമ്പോണൻറ്റിൻ്റെ പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഈ ഫ്ലക്സിന് പറയുന്നതാണ് ഫ്ലക്സ് ഡ്യൂ ടു ഡിഫ്യൂഷൻ, അല്ലെങ്കിൽ പറയും ഡിഫ്യൂസീവ് ഫ്ലക്സ്. ഓക്കെ, ഫ്ലക്സ് ഡ്യൂ ടു ഡിഫ്യൂഷൻ. സോ ഇതിന് നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കും, അതാണ് ഡി എ ബി. ജെ ഈക്വൽ ടു ഡി എ ബി ഇൻറ്റു ഡി സി എ ബൈ ഡി സെറ്റ്. സോ ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി എ ബൈ ഡി സെറ്റ്. അപ്പോൾ ഇതിൽ ഈ നെഗറ്റീവ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യൂക്ക് നമ്മൾ മൈനസ് കെ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് കൊടുക്കാറുണ്ട്. അതിൻ്റെ റീസൺ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പോഴും ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ്. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ടെമ്പറേച്ചർ ഡിക്രീസസ്. അതേപോലെ തന്നെ എവിടെയും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ കോൺസെൻട്രേഷൻ ഡിക്രീസസ്. ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്കാണ് ഫ്ലോ നടക്കുന്നത്. ഇതാണ് എൻ്റെ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ജെ ഈക്വൽ ടു മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി എ ബൈ ഡി സെറ്റ്. ഇത് ഞാൻ ബൈനറി മിക്സറിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിഫ്യൂഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു പാത്രത്തിൽ 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ദെൻ അതിന് ഞാൻ ഒന്ന് ആൽക്കഹോൾ നിറച്ചിട്ടുണ്ട്, വേറെ ഒന്നിൽ വാട്ടർ നിറച്ചിട്ടുണ്ട്. സോ ഞാൻ ഈ സെപ്പറേഷൻ ഞാൻ മാറ്റുകയാണെങ്കിൽ ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഇവിടെയാണ് ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷൻ കുറവ്. തിരിച്ച് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഇവിടെയാണ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവ്. സോ ഇത് ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് ഡിഫ്യൂസ് ചെയ്യും, അല്ലേ? അപ്പോൾ എയും ബിയും എടുക്കുമ്പോൾ ഞാൻ അതിന് പറയുന്നതാണ് ഡിഫ്യൂസിവിറ്റി ഓഫ് എ ടു ബി, ഡി എ ബി. ഓക്കെ,
ഇതിൻ്റെ യൂണിറ്റും നമ്മൾ സെയിം ആസ് മൊമെൻ്റം ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ സെയിം ആസ് തെർമൽ ഡിഫ്യൂസിവിറ്റി. നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ പറയാറുണ്ട് മ്യൂ ബൈ റോ. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫറിൽ ആൽഫ ഇസ് ഈക്വൽ ടു കെ ബൈ റോ സി പി. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതും മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഇത് മൊമെൻ്റം ഡിഫ്യൂസിവിറ്റി, ഇത് തെർമൽ ഡിഫ്യൂസിവിറ്റി, ഇതിൽ മാസിലുള്ള കേസിൽ മാസ് ഡിഫ്യൂസിവിറ്റി. റെഡിയല്ല. ജെ ഈക്വൽ ടു മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി ഐ ബൈ ഡി സെഡ്. ഇതാണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂസിവിറ്റി. എൻ്റെ ഡിഫ്യൂസീവ് ഫ്ലക്സ് ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഈ ഡിഫ്യൂഷൻ കാരണമല്ല ബൾക്ക് മോഷൻ കൊണ്ടും ഫ്ലക്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു ഇങ്ക് ഡ്രോപ്പ് ഇടുകയാണെങ്കിൽ അത് നോർമലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡിഫ്യൂസ് ചെയ്യും. ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് ഇങ്ക് ഇങ്ങനെ മൂവ് ചെയ്യും. നേരെ മറിച്ച് ഞാൻ സ്റ്റിർ ചെയ്യുകയാണെങ്കിലോ കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് ഡിഫ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത മൂവ്മെൻറ്റും കൂടെ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കരയിൽ നിന്ന് ഒരു റിവറിൽ കൂടെയുള്ള ഫിഷിൻ്റെ മൂവ്മെൻറ്റ് നോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫിഷിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫിഷിൻ്റെ ആക്ച്വൽ വെലോസിറ്റീൻ്റെ കൂടെ റിവറിൻ്റെ വെലോസിറ്റിയും കൂടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീമും നടക്കില്ല, ഒരേ ഡയറക്ഷനിലാണ് രണ്ടാൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫിഷിൻ്റെ ശരിക്കുള്ള വെലോസിറ്റിയും പ്ലസ് എന്നും കൂടെ ഉണ്ടാവും, ഈ റിവറിൻ്റെ വെലോസിറ്റിയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫിഷിൻ്റെ ആക്ച്വൽ വെലോസിറ്റി കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ റിവറിൻ്റെ കൂടെ മൂവ് ചെയ്യണം. റിവറിൻ്റെ വെലോസിറ്റിയിൽ ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഫിഷിൻ്റെ വെലോസിറ്റി എത്രയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്പീഷീസിൻ്റെ വെലോസിറ്റി എത്രയാണ് കാണിക്കുന്നത്, അതാണ് ആക്ച്വലായിട്ടുള്ള അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫ്യൂസീവ് ഫ്ലക്സ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് വെച്ച് കിട്ടുന്നതാണ്, അതിൻ്റെ ആക്ച്വലായിട്ടുള്ള വെലോസിറ്റി വെച്ച് കിട്ടുന്നതാണ്. അതായത് എൻ്റെ മൂവ്മെൻറ്റ്, മോഷൻ ഓഫ് ഫ്ലൂയിഡ് അതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് അതിൽ ഉൾപ്പെടുന്നില്ല. ഇവിടെ എന്ത് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ, ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷൻ, അതിൻ്റെ നോർമലായിട്ടുള്ള ഡിഫ്യൂഷൻ. അപ്പോൾ ഡിഫ്യൂഷൻ മാത്രം ഉള്ളതാണ് എന്ത്, ജെ എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്ലക്സ് ആണ് എന്ത്, എൻ എ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലക്സിൻ്റെ ഞാൻ യൂണിറ്റ് പറഞ്ഞായിരുന്നു മോൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. സോ കോൺസെൻട്രേഷൻ നമ്മൾ സാധാരണ യൂണിറ്റ് എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ആകുമ്പോൾ ഡെൻസിറ്റി പറയും, പകരം നമ്മൾ മോൾസിൽ പറയുന്നതാണ് കോൺസെൻട്രേഷൻ, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയത്തിനെ ഞാൻ വെലോസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ, അതായത് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് നോർമലി മോൾ പെർ മീറ്റർ ക്യൂബ്. സോ അതിനെ ഞാൻ മീറ്റർ പെർ സെക്കൻഡ് വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ നിങ്ങൾ യൂണിറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, മോൾ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ് കിട്ടുന്നത്, എനിക്ക് മോളാർ ഫ്ലക്സ് തന്നെയാണ് കിട്ടുന്നത്. സോ മോളാർ ഫ്ലക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, കോൺസെൻട്രേഷനെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ith കമ്പോണൻ്റ് എടുക്കുകയാണ്. എൻ്റെ ഒരു കമ്പോണൻറ്റിൻ്റെ ഡിഫ്യൂഷൻ ഞാൻ സ്റ്റഡി ചെയ്യുമ്പോൾ ജെ ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോൺസെൻട്രേഷൻ ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി. റെഡി അല്ലേ? ജെ ഐ ഈക്വൽ ടു സി ഐ ഇൻറ്റു യു ഐ. എനിക്ക് പറയാം ഫ്ലക്സ് എന്ന് പറയുന്നത് മോളാർ ഫ്ലക്സ് ഈക്വൽ ടു എന്തെനിക്ക് എഴുതാം, കോൺസെൻട്രേഷൻ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഞാൻ ബൾക്ക് മോഷൻ്റെ കേസ് എടുക്കുകയാണ്. ബൾക്ക് മോഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നതാണ് എൻ എന്ന് വെച്ചാൽ ഫ്ലക്സ് ഡ്യൂ ടു ഡിഫ്യൂഷനും വരണം, അതേപോലെ തന്നെ ഫ്ലക്സ് ഡ്യൂ ടു ബൾക്ക് മോഷനും വരണം. നെക്സ്റ്റ് നമുക്ക് ജെയ്ക്കും എൻ എക്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ രണ്ട് കമ്പോണൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് സി എ ആയിരിക്കും, കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് സി ബി ആയിരിക്കും. സി എ പ്ലസ് സി ബി എന്ന് പറയുന്നത് ടോട്ടൽ കോൺസെൻട്രേഷൻ. അതേപോലെ തന്നെ ഫ്ലക്സ് ഓഫ് എ, മോളാർ ഫ്ലക്സ് ഓഫ് എ എന്ന് പറയുന്നത് എൻ എ, മോളാർ ഫ്ലക്സ് ഓഫ് ബി എന്ന് പറയുന്നത് എൻ ബി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എൻ ടി കൊടുക്കുക അല്ലെങ്കിൽ എൻ കൊടുക്കുക. ഇതിന് ഞാൻ സിയും കൊടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസിന് ഞാൻ എൻ കൊടുത്തു. അപ്പോൾ ഇതിൽ നോക്കിയാൽ മതി, ഞാൻ എന്നെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതേപോലെ തന്നെ എന്നിനെയും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ഇൻഡിവിജ്വൽ കോൺസെൻട്രേഷൻ ആവും, ഇത് ടോട്ടൽ കോൺസെൻട്രേഷൻ ആവും. അപ്പോൾ സി എ ബൈ സി എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ മോൾ ഫ്രാക്ഷനാണ്. ഓക്കെ അല്ലേ? സി എ ബൈ സി എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷനാണ്. നമ്മൾ പ്രോസസ് കാൽക്കുലേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ മോൾ ഫ്രാക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് എൻ എക്കും ജെ എക്കും തമ്മിൽ റിലേഷൻ ഉണ്ടാക്കണം.
അപ്പോൾ ഞാൻ എൻ്റെ സ്പീഷീസിൻ്റെ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഞാൻ കൊടുത്തതാണ് UA. സ്പീഷീസിൻ്റെ വെലോസിറ്റി UA ആണ്. എൻ്റെ ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മീഡിയത്തിൻ്റെ വെലോസിറ്റി അവറേജ് വെലോസിറ്റി എടുക്കുകയാണ് ക്യാപിറ്റൽ U, മോളാർ അവറേജ് വെലോസിറ്റി ക്യാപിറ്റൽ U. അതായത് ഇപ്പോൾ ഞാൻ ഫിഷ് റിവറിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഫിഷിൻ്റെ വെലോസിറ്റി UA ആണ്, റിവറിൻ്റെ വെലോസിറ്റി അവറേജ് വെലോസിറ്റി U ആണ്. അപ്പോൾ ഫിഷിൻ്റെ ശരിക്കുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ആണെന്ന് വെച്ചാൽ UA മൈനസ് U ആയിരിക്കും അല്ലേ. എന്നുവെച്ചാൽ റിവറിൻ്റെ വെലോസിറ്റിയും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് UA. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഞാൻ എൻ്റെ മീഡിയത്തിൻ്റെ വെലോസിറ്റി മൈനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? സ്പീഷീസിൻ്റെ ആക്ച്വൽ വെലോസിറ്റി കിട്ടും, അല്ലെങ്കിൽ ഫിഷിൻ്റെ ആക്ച്വൽ വെലോസിറ്റി കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ ഇങ്ക് ഡ്രോപ്പ് ഇട്ട കേസ് ഞാൻ മൂവ് ചെയ്യിക്കുന്നില്ല എങ്കിൽ സാധാരണ എങ്ങനെയാണോ അതിൻ്റെ മൂവ്മെൻറ്റ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ള വെലോസിറ്റിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം ഡിഫ്യൂഷൻ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഇതെൻ്റെ ഡിഫ്യൂഷൻ വെലോസിറ്റിയാണ്, എൻ്റെ സ്പീഷീസിൻ്റെ ഡിഫ്യൂഷൻ വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിന് ഞാൻ കോൺസെൻട്രേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഡിഫ്യൂസീവ് ഫ്ലക്സ് കിട്ടും അല്ലേ. ഇതാണ് എൻ്റെ ഡിഫ്യൂസീവ് ഫ്ലക്സ്. UA മൈനസ് U എന്ന് പറയുന്നത് എൻ്റെ ഡിഫ്യൂഷൻ വെലോസിറ്റിയാണ്. അതിന് ഞാൻ കോൺസെൻട്രേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ സോ കോൺസെൻട്രേഷൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എൻ്റെ ഫ്ലക്സ് JA കിട്ടണം. സോ JA ഈക്വൽ ടു CA ഇൻറ്റു UA മൈനസ് U. ഓക്കെയാണ്. ഇനി ഇതിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എഴുതാം JA ഈക്വൽ ടു CA ഇൻറ്റു UA മൈനസ് CA ഇൻറ്റു U. അപ്പോൾ ഇതിൽ ഈ UA എന്ന് പറയുന്നത് എന്തടക്കമുള്ളതാണ്? സ്പീഷീസിൻ്റെ വെലോസിറ്റി മൂവ്മെൻ്റ് അടക്കമുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിൻ്റെ വെലോസിറ്റി റിവറിൽ കൂടെ ഉള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ NA എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഡിഫ്യൂഷൻ ഫ്ലക്സും ഉണ്ട്, അതേപോലെ തന്നെ ബൾക്ക് മോഷൻ കൊണ്ടുള്ള ഫ്ലക്സും ഉണ്ട്. ടോട്ടൽ ഫ്ലക്സായ NA. ഓക്കെ, ഞാൻ മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞു, റിവറിൻ്റെ വെലോസിറ്റിയും കൂടെ അടക്കമുള്ളതാണ് ഇത്. ഇനി എൻ്റെ റിവറിൻ്റെ ആവറേജ് വെലോസിറ്റിയിലേക്ക് ഞാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മോൾ ഫ്രാക്ഷൻ XA ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? CA ബൈ CA എഴുതാം അല്ലേ. അപ്പോൾ C ഇൻറ്റു XA ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ ഓഫ് A കിട്ടും. C ഇൻറ്റു XA ഇൻറ്റു U. ഇതിൽ NA മൈനസ് XA ഇത് കോൺസെൻട്രേഷനാണ്, ഇത് വെലോസിറ്റിയാണ്, ഇത് എൻ്റെ ബൈനറി മിക്സ്ചറിൻ്റെ ടോട്ടൽ കോൺസെൻട്രേഷനാണ്, ഇത് എൻ്റെ മൊത്തത്തിലെ ആവറേജ് വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കണം? N ആയിരിക്കണം. കാരണം ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഞാൻ ബൈനറി എടുക്കുകയാണെങ്കിൽ CA പ്ലസ് CB ആണ്. അപ്പോൾ CA പ്ലസ് CB ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരണം? NA പ്ലസ് NB വരണം. ഈ NA പ്ലസ് NB ആണ് എന്ത്? ടോട്ടൽ ഫ്ലക്സ് N. ഓക്കെ അല്ലേ. ടോട്ടൽ ഫ്ലക്സ് N എന്ന് പറയുന്നത് ബൈനറി ആണെങ്കിൽ എന്തായിരിക്കും? NA പ്ലസ് NB ആയിരിക്കും. നമ്മൾ ടോട്ടൽ കോൺസെൻട്രേഷൻ CA പ്ലസ് CB പറയുന്ന പോലെ തന്നെ ടോട്ടൽ ഫ്ലക്സ് NA പ്ലസ് NB ആയിരിക്കും. N is equal to NA പ്ലസ് NB. അപ്പോൾ എൻ്റെ Jയും NAയും തമ്മിലുള്ള ഞാൻ റിലേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. J is equal to NA മൈനസ് XA ഇൻറ്റു N, അല്ലെങ്കിൽ എഴുതാം N ഇൻറ്റു XA. അപ്പോൾ എൻ്റെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? NA ആണ്. സോ എനിക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുകയാണെങ്കിൽ NA ഈക്വൽ ടു എന്ത് എഴുതാം? JA പ്ലസ് NXA. ഞാൻ ബൈനറിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ എനിക്ക് എഴുതാം JA പ്ലസ് NA പ്ലസ് NB ഇൻറ്റു XA. ഓക്കെ, ബൈനറി മിക്സറാണ് ഞാൻ എടുത്തിരിക്കുന്നതെങ്കിൽ A നിന്ന് ബിയിലേക്കുള്ള ഡിഫ്യൂഷൻ NA പ്ലസ് NB ഇൻറ്റു XA. ഇത് എൻ്റെ പാർട്ട്, ഇത് ബീൻ്റെ പാർട്ട്. ഇനി നമ്മൾ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു J is equal to മൈനസ് DAB ഇൻറ്റു DCA ബൈ DZ. സോ NA is equal to മൈനസ് DAB ഇൻറ്റു JAക്ക് ഞാൻ ഇക്വേഷൻ കൊടുക്കുകയാണ്, ഫിക്സ് ലോൻ്റെ ഇക്വേഷൻ DCA ബൈ DZ പ്ലസ് എന്ത് കൊടുക്കുക? ടോട്ടൽ ഫ്ലക്സ് ഇൻറ്റു XA എന്ന് എഴുതാം, അല്ലെങ്കിൽ NA പ്ലസ് NB ഇൻറ്റു XA. രണ്ട് എഴുതിയാലും കുഴപ്പമില്ല. NA പ്ലസ് NBക്ക് തന്നെയാണ് നമ്മൾ പറയുന്നത് N. സോ NA is equal to മൈനസ് DAB ഇൻറ്റു DCA ബൈ DZ പ്ലസ് N ഇൻറ്റു XA. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ടോട്ടൽ മോളാർ ഫ്ലക്സ്, ഇത് ഫ്ലക്സ് ഡ്യൂ ടു ഡിഫ്യൂഷൻ, ഇത് ഫ്ലക്സ് ഡ്യൂ ടു ബൾക്ക് മോഷൻ. നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ ഫിക്സ്ഡ് ലൊക്കേഷനിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഉള്ള ടോട്ടൽ ഫ്ലക്സാണ്. അതായത് ഡിഫ്യൂസീവ് പാർട്ടും വരും, ബൾക്ക് മോഷൻ ഓഫ് എന്നും കൂടെ വരും. എന്ന് വെച്ചാൽ N ഏതിൻ്റെ കേസ് എന്ന് വെച്ചാൽ എൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് ഓഫ് A അല്ലേ.
അതായത് n ഇൻറ്റു എക്സ് വെച്ചാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ ഫ്ലക്സ് ഓഫ് എ ആണ് എടുത്തിരിക്കുന്നത്. സോ എൻ്റെ മൊത്തത്തിലുള്ള ഫ്ലക്സിൻ്റെ എ പാർട്ടിൻ്റെ കേസ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബൾക്ക് മോഷൻ ഓഫ് n ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് എ മാത്രം. ഇപ്പുറത്തെന്ന് വെച്ചാൽ മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി എ ബൈ ഡി സെഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫ്യൂഷൻ്റെ പാർട്ട്. ഇതാണ് എൻ്റെ ഒരു ബേസ്. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് വേണമെങ്കിൽ പറയാം മോളാർ ഫ്ലക്സ് ഓഫ് എ കമ്പോണൻറ്റ് എ വിത്ത് റെസ്പെക്റ്റ് ടു ഫിക്സ്ഡ് ലൊക്കേഷൻ അല്ലേ. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഇത് ഫിഷിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്, ഇത് റിവറിൻ്റെ മൂവ്മെൻറ്റും ഉണ്ട്. ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അതായത് ഇങ്ക് ഞാൻ ഒഴുകുന്ന വെള്ളത്തിലേക്കാണ് ഇടുന്നതെങ്കിൽ ആ വെള്ളത്തിൻ്റെ വെലോസിറ്റിയും കൂടെ ഡിഫ്യൂഷൻ ഓഫ് ഇങ്കിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ടോട്ടൽ ഫ്ലക്സ് എൻ എ ഈക്വൽ ടു ജെ എ പ്ലസ് എൻ ഇൻറ്റു എക്സ് എ ഓർ എൻ എ ഈക്വൽ ടു മൈനസ് ഡി എ ബി ഇൻറ്റു ഡി സി എ ബി ഡി സെഡ് പ്ലസ് എൻ ഇൻറ്റു എക്സ് എ. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ആണ്, ഡിഫ്യൂഷൻ്റെ ഡിഫറെൻറ്റ് കേസസ് ആണ് നമുക്കുള്ളത്. അതായത് ഒന്ന് ഫ്ലക്സ് ത്രൂ സ്റ്റാഗ്നൻ്റ് ഫിലിം, പിന്നെ കൗണ്ടർ ഡിഫ്യൂഷന്, പിന്നെ ലിക്വിഡിൻ്റെ കേസ്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മെയിൻലി നമ്മൾ ഫിക്സ് ലോയും അതേപോലെ തന്നെ കുറച്ച് ഫ്ലക്സിൻ്റെ ടേംസും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബേസിക്കലി നമ്മൾ മാസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ വീണ്ടും ഒന്ന് നോക്കുക. ഈ ഒരു ബേസ് കിട്ടിയാൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ സെറ്റായിക്കോളും. ഇതിൻ്റെ ഡെറിവേഷൻസും അതിൻ്റെ പ്രോബ്ലംസും അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ്. പിന്നെ ഈ ഇക്വേഷൻസ് ഇതിപ്പോൾ മോഷൻസ് ഇല്ലെങ്കിൽ ഡിഫ്യൂഷൻ മാത്രമാണെങ്കിൽ ഇവിടെ മൈനസ് ഡി എ ബി ഡി സി എ ബൈ ഡി സെഡ് മാത്രം എടുത്താൽ മതി. അത് വെച്ചിട്ടായിരിക്കും നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.